മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. ഈ പേപ്പറിൽ വന്നതെല്ലാം ടെൻഷനാണ്. ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? ടെൻഷൻ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ചെയ്യുവോ? കോട്ടക്കൽ ആയുർവേദശാലയിൽ കിട്ടൂല, മൗലവി ബുക്ക് ഡിപ്പോയിൽ കിട്ടൂല ഈ സാധനം. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി, സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി, സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണോ? രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 സൂറത്ത് യാസീൻ പതിവായി ഓതിക്കോ. ഹൃദയത്തിന്റെ ടെൻഷൻ മാറും. ഖുർആന്റെ ചികിത്സ ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? സഹോദരന്മാര് ചെയ്യും. അപ്പൊ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 3 യാസീൻ ഓതണം. ഓതുവോ? സുബഹിക്ക് ശേഷം. സുബഹി നിസ്കരിച്ചിന് ആദ്യം സുബഹി നിസ്കരിക്കണം. ഇത് പണ്ടൊരു ഉമ്മുമാടെ മോൻ മരത്തേന്ന് വീണ് തൂക്കെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചൊരു 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നുകൂടായിരുന്നു. ആ ഉമ്മ പറഞ്ഞു, പൊന്ന് സാറേ ഇതൊന്ന് വീണ് കിട്ടിയാലല്ലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ, 10 മിനിറ്റ് നേരത്തെ കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യം സുബഹി നിസ്കരിക്കണം, എന്നിട്ട് 3 യാസീൻ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും മോദി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. ഇനി ഈ കൂട്ടുകാർ ആഖിറത്തിലെ പറയാനുള്ള സമയം എനിക്കില്ല, 11:30 എനിക്ക് പോകേണ്ട ട്രെയിനിൻ്റെ സമയമായി. പക്ഷെ ആഖിറത്തിൽ കൂട്ടുകാർ 2 വിഭാഗമാണ്. എത്ര കൂട്ടുകാർ? ഇൻഷാ അല്ലാഹ് ഈ 9 കൂട്ടുകാരും ആഖിറത്തിൽ നമ്മളെ കാണാൻ വരുന്ന ഒരവസ്ഥയുണ്ട്, ഖബറിലും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ എവിടെയും പറഞ്ഞോളൂ. ഒരു കാര്യം, ആഖിറത്തിൽ കൂട്ടുകാർ 2 വിഭാഗമാണ്. കൂട്ടുകെട്ടിന് ഭയങ്കരമായി ഖുർആൻ പറയുന്നുണ്ട്, ഭയങ്കരമായി. ഒന്ന്, الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. അല്ലാഹ് പറഞ്ഞു, അൽഅഖില്ലാഉ കൂട്ടുകാർ, യൗമൈദിൻ നാളെ പരലോകത്തെത്തുമ്പോ ബഅദുഹും ലിബഅദിൻ അദുവൻ, ചിലരോട് ശത്രുക്കളാകും. അവിടെ വെച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമെടാ നീയല്ലേ എന്നെ പിഴപ്പിച്ചത്, അത് കാരണത്താലല്ലേ ഞാൻ നരകത്തിൽ പോയിട്ടുണ്ട്. വഴിപഴച്ച കൂട്ടുകാരെ പടിതാരുന്ന കൂട്ടുകാരുണ്ടാവും. നാളെ അള്ളാഹു നമ്മൾ അതിൽ പെടുത്താതിരിക്കട്ടെ, അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഇല്ലൽ മുത്തഖീൻ, സജ്ജനങ്ങൾ ഒഴിച്ച്. അവരാരെന്നറിയോ? പരലോകത്ത് 2ാമത്തെ വിഭാഗം കൂട്ടുകാർ. ഞാൻ പറഞ്ഞതല്ല ഖുർആൻ. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ യതസാഅലൂൻ. നാളെ സ്വർഗത്തിൽ തന്റെ കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരാണ് സ്വർഗത്തിലെ കൂട്ടുകാരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവൻ അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ യതസാഅലൂൻ. കൂട്ടുകാരൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്റെ കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുക എന്റെ കൂട്ടുകാരൻ എവിടെ, എന്നിട്ട് അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ തന്റെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിരിക്കുന്നു. ആ സമയത്ത് ആ കൂട്ടുകാരനോട് പറയും, സലാം പറയും. ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയും അൻകദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. നമ്മുടെ അല്ലാഹ് നമുക്ക് വാഗ്ദാനം ചെയ്തതെല്ലാം സ്വർഗത്തിൽ കിട്ടിയല്ലോ. പള്ളം ഹൈദ്രോസ് കമ്മിറ്റിയുടെ കീഴിൽ റിലീഫിന് വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ, നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അങ്ങനെ പറയാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ സ്വർഗത്തിലെ കൂട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പറയും, കാല കായിലും മിൻഹും ഇന്നി കാനലി കരീൻ. അവരിൽ ഒരാൾ പറയും, ഇന്നി കാനലി കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരെന്നുള്ള വിഷയം ചെറിയ വിഷയമല്ല, കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഈ പള്ളം ഹൈദ്രോസ് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തകർ ഇങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹു അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. ആരിസ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു, നീ ആമീൻ പറ. അള്ളാഹു ഈ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ കൂട്ടുകാരെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ കൂട്ടുകാരില്ലേ, അവരിങ്ങനെ ഒരുമിച്ച് കൂടും. ഹാരിസ് ഉണ്ടാവും, എൻ്റെ ബെന്നെ സുഹൃത്ത് യൂസുഫ് ഉണ്ടാവും, വേറെ ആരും പേരെനിക്ക് അറിഞ്ഞുകൂടും. അള്ളാഹു അവർ ആ പേരറിയാത്ത എൻ്റെ കൂട്ടുകാരുണ്ടാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാസർഗോഡ് ഞാൻ വന്ന കാലം വരെയുള്ള എൻ്റെ വലിയ ആത്മാർത്ഥ 2 സുഹൃത്തുക്കളാണ് യൂസുഫും ഹാരിസ്. അള്ളാഹു ഒരുമിച്ച് കൂടാ തൗഫീക്ക് നൽകട്ടെ. അപ്പം അവർ പറയും, കാല കായിലും മിൻഹും ഇന്നി കാനലി കരീൻ, ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു പള്ളത്തെ. യക്കൂലു, അവർ പറയും, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് നിങ്ങൾ ഈ വഅ്ള് വെക്കണ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പാവങ്ങളെ ഇച്ചിരി പൈസയൊക്കെ പിരിച്ചു പാവങ്ങളെ സഹായിച്ച അള്ളാഹ് നാളെ അതിൻ്റെ പ്രതിഫലം നൽകൂല എന്ന് പറയുമ്പോൾ
ഐതാമിത്തിനാവ കുന്നാ തുറാബം വൈലാമ, നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ആഖിറത്തിലെ പ്രതിഫലവോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വഅ്ള് നടത്തുമ്പോൾ ഞങ്ങളെ പരിഹസിച്ച ഞങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെവിടെ നിന്നൊന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ പരിഹസിച്ചവരെ കാണാൻ കൂട്ടുകാർ യാത്രയാകുമ്പോൾ അവർ നരകത്തിൽ കിടക്കും. അപ്പോൾ അവർ ചോദിക്കും, ആ സലക്കക്കും ഈ സക്കർ, നിങ്ങൾ വലിയ ആളുകളായിരുന്നല്ലോ, എന്ത് പറ്റി നരകത്തിൽ കിടക്കണേ? അപ്പോൾ അവർ പറയും, വലം നക്കുനുത്തീമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ മാറി നിന്ന് ചിരിച്ചവരായിരുന്നു എന്നവർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാൻ ഇടവരാതെ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളോടെല്ലാവരോടും ഈ വിഷയം ഭാഗികമായി അവസാനിപ്പിച്ച്, എൻ്റെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ, ജീവിതത്തിൽ വീണുപോകുന്ന സമയത്ത് താങ്ങായി നിന്ന കൂട്ടുകാർ, അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുക്കളയിൽ ഞാൻ പോകുമ്പോൾ പാതിരാത്രി എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരുണ്ട്. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരും, 10 സലാത്ത് ചൊല്ലാനല്ല, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും മുമ്പോട്ട് വരും. ഇതുവരെ എല്ലാവരും വെളിയിലിരുന്ന് വാത് കേട്ട് നിങ്ങൾ ഒന്നും ശല്യപ്പെടുത്തിയില്ല. സ്ത്രീകളോട് നിന്നോളി, ബാക്കി പുരുഷന്മാരൊക്കെ ഒന്ന് മുമ്പോട്ട് വരി. കാര്യമായിട്ട് ദുആ ചെയ്യും. ഉസ്താമാരൊക്കെ ഉണ്ട്. ആ മതിലിന്റെ അപ്പുറത്തേക്കണവരൊക്കെ ഇങ്ങനെ ഇത്രയും നേരം കേട്ടല്ലേ 10 സലാത്ത് ചൊല്ലി കാര്യമായിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയണം. ധാരാളം ആളുകൾ അവരവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഈ ചിരിയോടെ തന്നെ പിരിയാം. കണ്ടുമുട്ടിയപ്പോൾ കണ്ട ചിരി മരിക്കുന്നവരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. അവസാനം വരെ കൂടെ കാണാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെയും ഞാൻ മറക്കൂല. എൻ്റെ എല്ലാ വാതിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ധാരാളം ആളുകൾ ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ ധാരാളം സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ബഹുമാനരായ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. 2 ദിവസം എനിക്ക് താമസിക്കാൻ സൗകര്യം ചെയ്ത ഹാരിസിൻ്റെ കുടുംബം അള്ളാഹു അതിൽ പൂർണ്ണമായ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ 2 ദിവസവും ഒരു നെടല് പോലെ കൂടെ നടന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യൂസുഫ് സാഹിബ്, അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സിദാനെയും സൈഫയും അള്ളാഹു സാലിഹ്യങ്ങളായ മക്കളാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ഉമ്മയുടെ ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഉപ്പ യൂസുഫിൻ്റെ വയ്യാതെയാണ്. അള്ളാഹു എല്ലാവിധ ആരോഗ്യവും തിരിച്ചു നൽകി അള്ളാഹു ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹോദരങ്ങൾ, പേരറിയാത്ത സഹോദരങ്ങൾ എന്നാൽ മുഖം അറിയുന്നവർ ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലി ദുആ ചെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാവരും പിരിയുക. اللهم صل على محمد عداد رمل الثرى وسلم صلى الله عليه وسلم لما على غدنا محمد خير الرسل طه المكرم صلى الله مالي حبيب سوى محمد يوم الحوان به تغسم صلى الله على السماء سماء محمد جبريل قال له تقدم صلى الله على السماء سماء محمد جبريل قال له تقدم صلى الله جدائيا لهدى محمد ترك الصلاة ولم يصيم صلى الله ميلاد سيدنا محمد أم القرى بلد معظم صلى الله أعمار سيدنا محمد 60 في أم معظم صلى الله اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചോദിക്കുന്ന ഈ ആഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കാരണമായി സലാത്തിന് അല്ലാഹു കാരണമാക്കട്ടെ. നാം ചൊല്ലിയ സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹളറത്തിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ.